ഗോവയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം. രാവിലെ ഞങ്ങൾ വാഗറ്റോർ ബീച്ചിലൊക്കെ പോയി. ബീച്ച് നടന്നു പോകുന്ന ദൂരത്തിലാണ് വാഗറ്റോർ ബീച്ച്. അവിടെ ഞങ്ങൾ ബീച്ചിൽ പോയി കാഴ്ചകളൊക്കെ കണ്ടു. തിരിച്ച് റൂമിൽ വന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഓൾഡ് ഗോവയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഓൾഡ് ഗോവയിലേക്ക് അവിടെ നിന്നൊരു 30 കിലോമീറ്റേഴ്സ് പോകണം. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഓൾഡ് ഗോവയിലേക്ക് പോകാൻ. ഓൾഡ് ഗോവയിൽ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ് ഒരു മെയിൻ അട്രാക്ഷൻ. അതൊക്കെ കാണണം, കണ്ട് തിരിച്ചു വരണം. ഞങ്ങൾ ഈ ലഞ്ച് വയ്ക്കാൻ പോവുക. എല്ലാവരും ഇന്ന് രാവിലെ ബീച്ചിൽ പോയി നടന്നു പോയി. ഞങ്ങളെല്ലാവരും ഇപ്പം നല്ല വിശപ്പൊക്കെ വന്നു. വി ആർ ഗോയിങ് ഫോർ ലഞ്ച്. അച്ഛൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അച്ഛൻ ചുമ്മാ ഇരിക്കും. അച്ഛൻ വെറുതെ ഇരിക്കാം. അച്ഛൻ വെറുതെ ഇരിക്കാം. ബെസ്റ്റ് ഡ്രസ്ഡ് പേഴ്സൺ ഈസ് ചക്ര. നമ്മള് നടന്നു. നല്ല ബീച്ചായിരുന്നു. സൂപ്പർ നല്ല ബീച്ചായിരുന്നു. തിരിച്ചറിയാൻ ഞങ്ങൾ കൂടി അവിടെ പറയാം. പിന്നെ വളർന്നുകൂടി. ശരി. പക്ഷെ ഇവരെ യു ഔട്ട്. ശരി, ഇപ്പൊ എത്ര ഉള്ളൂ? ഓക്കെ, ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് പോയിട്ടെത്താം. അപ്പോൾ 2 പ്രോൺസ് താലി, 2 കിങ്ഫിഷ് താലി. കുടിക്കാൻ ഇപ്പോൾ നമ്മുടെ ഗോവൻ കിങ്ഫിഷ് താലി ഇതാണ്. എന്തൊക്കെയാണ് കറി? നിങ്ങളുടെ പ്രോൺസ് താലി. താലി അവിടെ കറികൾ പറയും എന്തൊക്കെയാണ്? ഇത് പ്രോൺസ് വളർത്തുക. ഇത് പ്രോൺസിന്റെ കറി. ഓക്കെ. വേണ്ട വെച്ചെടുക്കുമ്പോൾ ഇതൊരു തോരനുണ്ട്. ഇത് വെജിറ്റബിൾ. This is some fried ones. This is kokum. ഓക്കെ. രസം. Kokum. രസത്തിൻ്റെ വേറെ വെറൈറ്റി ആണ്. And this is a sweet. ഓക്കെ. And this is salad. ഓക്കെ. ഞങ്ങളുടെ ഇതിലും എല്ലാം കറികളൊക്കെ സെയിം. ഉള്ള ഡിഫറൻസ് കിങ്ഫിഷ് ഉണ്ട് ഇവിടെ. ഓക്കെ. ഓക്കെ, ലെറ്റ് us start. ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഓൾഡ് ഗോവയിലേക്കുള്ള ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ്സ് ഒന്നും വലിയ വീതിയുള്ള റോഡൊന്നുമല്ല. അപ്പോൾ നമ്മളങ്ങനെ ചെറിയൊരു ടൗണിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ റോഡിൻ്റെയൊക്കെ വർക്ക് വരെ നടക്കുന്നുണ്ട്. കുറേ ഫ്ലൈ ഓവേഴ്സിൻ്റെയൊക്കെ പില്ലേഴ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. കാർവാർ, പോണ്ട, ഡബോളിമിൻ്റെ ഒക്കെ ഡയറക്ഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർവാർ അറൗണ്ട് 98 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. പോണ്ട 31 കിലോമീറ്റേഴ്സാണ് ഈ ഡയറക്ഷനിൽ.
ക്രൂയിസ് ഒക്കെ ഉണ്ട്. കേബിൾ ബ്രിഡ്ജ് നമ്മുടെ ഹൈടെക് സിറ്റിയിലുള്ള കേബിൾ ബ്രിഡ്ജിൻ്റെ മണ്ട വലിയ ദൂരം. ഗോവയിൽ പല സ്ഥലത്തും കാണുന്നൊരു കാഴ്ചയാണ് ഇങ്ങനെ ഗോക്കൾ ഒരുപാട് റോഡ് സൈഡിൽ ഇങ്ങനെ കൂട്ടമായിട്ട് നടക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്താണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഫ്രാൻസിസ് പുണ്യാളൻ്റെ മൃതദേഹം ഇപ്പോഴും ആ ചർച്ചിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നൊരു ചർച്ചാണിത്. അപ്പോൾ നമ്മൾക്ക് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ദെൻ ബൈ.